ഇന്തോനേഷ്യക്കാർ മാത്രമേ ഇങ്ങനൊരു പരിപാടി ചെയ്യത്തുള്ളൂ. കപ്പലിന്റെ മുകളിൽ ഒരു പള്ളി പണിഞ്ഞു വെച്ചേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു കല്യാണം കൂടാൻ പോവാണ്, ഒരു മലയാളിയുടെ കല്യാണം കൂടാൻ പോവാണ്, അതും ഇന്തോനേഷ്യയിലെന്ന്. ഒരു ഇന്തോനേഷ്യക്കാരിയെ വധുവായി സ്വീകരിച്ച് ഇന്തോനേഷ്യയുടെ മരുമകനായി മാറാൻ പോകുന്ന ആ മലയാളി നിങ്ങൾക്ക് കാണണ്ടേ? എനിക്കും കാണണമെന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാഹസിക യാത്രയ്ക്ക് മുതിർന്നാണ്. നമ്മുടെ നാട്ടിലെ കല്യാണത്തിലൊക്കെ പോകുന്ന ടൂറിസ്റ്റ് ബസ്സിലും ട്രെയിനിലും കാറിലൊക്കെ അല്ലേ, ഞാൻ പോകുന്നത് കപ്പലിലാണ്. അവസാന നിമിഷം ഞാൻ ചെയ്തൊരു മണ്ടത്തരം തിരിച്ചറിഞ്ഞ് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ വേറെ വഴിയില്ലാതെ ഇവിടുത്തെ കപ്പലിൽ കയറിയിട്ട് കല്യാണ സ്ഥലത്തേക്ക് പോവാണ്. ഇന്തോനേഷ്യയുടെ കടലും കായലും ഭൂമി വിലുക്കും ഒക്കെ പേടിച്ചിട്ട് എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. കപ്പലിൻ്റെ അകത്തേക്ക് അവിടുന്ന് വണ്ടികൾ ലൈനായി കിടക്കുന്ന വണ്ടികൾ കയറി വരികയാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഒരു തുറന്നു വെച്ച ഒരു വാ മാതിരിയാണ് ഈ കപ്പലിൻ്റെ അടിവശം കിടക്കുന്ന കേട്ടോ. ആ വായിലോട്ടാണ് താഴെ നിന്ന് ലോറികളും ബസ്സും കാറും ബൈക്കും ഒക്കെ കയറുന്നത്. ഈ ഒരു വലിയൊരു കടല് മുറിച്ച് കടക്കാനാട്ടോ. ഒന്നല്ല, പല കപ്പലുകളുണ്ട്. ആ കിടക്കുന്ന കപ്പലുകളെല്ലാം ഇതിപ്പോൾ ആ സൈഡിൽ വന്നേക്കുന്ന കപ്പലുകൾ വന്ന കപ്പലാണ്. അതിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. കപ്പലിൻ്റെ അകത്തുള്ളത് കപ്പലിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. കുറേ ബസ്സുകളും വണ്ടികളും ഇതിനകത്താണ് പാർക്ക് ചെയ്യുന്നത്. കേട്ടോ എല്ലാം ഉരുക്കാണ് കേട്ടോ, ഉരുക്ക്. ഇതൊരു കണ്ടിട്ടൊരു കാർ ഷോറൂം പോലും ഉണ്ടല്ലേ. കാർ ഷോറൂം അല്ല, ഇതൊരു കപ്പലിൻ്റെ അടിത്തട്ടാണ്. ഒരു വലിയ കടലിൽ മുറിച്ച് കിടക്കുന്ന ഒരു കപ്പലിൻ്റെ അടിത്തട്ടിലുള്ള 2ാം നിലയിലുള്ള കാർ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇതുവഴി കറങ്ങി വരണം. നോക്ക്, വിശാലമായിട്ടുള്ളൊരു ഷോറൂം മാതിരിയാണ് ഇതിരിക്കുന്നത്. നമ്മളിതിൻ്റെ മുകളിൽ ഇനിയും കയറുക. അതേണ്ട, പല പല എൻട്രൻസ് ഉണ്ട്. എല്ലാ വഴിയും മുകളിലേക്ക് കയറാം. കാറുകൾ നിർത്തുന്ന സ്ഥലമാണ് അത്. ഇതേ ഫോർച്യൂണറും അവാൻസയും കുറേ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട് അവിടെ. ഇത് ബൈക്കുകൾ നിർത്തുന്ന സ്ഥലമാണ്. ഇവിടെ ബൈക്കിന് പറയുന്ന മോട്ടോർ എന്നാണ് കേട്ടോ. അതാണ് മോട്ടോർ നിർത്താനുള്ള സ്ഥലമാണ് ഇത്. അവിടെ നമ്മുടെ കപ്പിത്താനൊക്കെ നിൽപ്പുണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്നറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും വലിയ വടം കിടക്കുന്നുണ്ടോ. ഈ വടമാണ് ഈ കപ്പലിനെ അവിടെ പിടിച്ച് നിർത്തുന്നത് കേട്ടോ. സലാമലൈക്കും, സലാമലൈക്കും ബോലെ തിരുമകാസി. ഓ, ഇത് വടമാണ് കേട്ടോ. വലിയ പോലെ അപ്പാ തിരുമകാസിപ്പാ. എന്താണ്ട് ഈ കയറാണ് ചുറ്റി കയറെന്ന് പറയാൻ പറ്റില്ല, വടം കേട്ടോ. ഈ വടമാണ് അവിടെ നമ്മുടെ നങ്കൂരിടുന്നമാരി ഇട്ട് ഇതിനെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കുന്ന ഓരോ വണ്ടികളായിട്ട് അതുവഴി കയറി വരികയാണ് കേട്ടോ. ഈ ലോഡിങ് തന്നെ ഏകദേശം 1 മണിക്കൂർ 1-2 മണിക്കൂർ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് പക്കയായതിന് ശേഷമാണ് ഇത് വിടുള്ളൂ കേട്ടോ. ഈ കപ്പൽ ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം താഴ്ച ഈ വെള്ളത്തിനുണ്ടാവണം. അവിടെ ഒരാൾ നിന്നിട്ട് മറ്റേ വാക്കി ടോക്കി കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ബാക്കി സ്ഥലത്തേക്ക് അറിയിച്ചു കൊടുക്കാനാട്ടോ. ഇത് ഫുള്ളാവുന്നതനുസരിച്ച് മാത്രമേ ഓരോരുത്തരെ വിടത്തുള്ളൂ. കാര്യം സേഫ്റ്റി ഒരു ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇവരുടെയൊക്കെ ലൈസൻസ് റദ്ദാക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയത് ഈ കയറാണ് കേട്ടോ. വടം ഞാൻ ആങ്കർ മറ്റേ നങ്കൂരിടുന്ന് കണ്ടിട്ടുള്ളത്. ആ വടത്തിൻ്റെ വെയിറ്റ് കണ്ടാവും. എൻ്റെ അമ്മോ, ഈ വടത്തിന് എന്താ വെയിറ്റ്. ഇതാണ് ഈ കപ്പലിനെ ഇവിടെ പിടിച്ച് നടത്തുന്നത് കേട്ടോ. ഇതുവഴിയാണ് മുകളിൽ കയറി പോകേണ്ടത് നമ്മൾ. എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ഇവിടെയുള്ള ഫെസിലിറ്റീസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. VIP ബിസിനസ് എക്കോണമി മുഷല്ല. ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതാണ്. ഇപ്പോൾ ഒരു കപ്പൽ മാർഗം ഒരു ബസ്സിൽ വന്നിട്ട് ആ ബസ് നേരെ കപ്പലിലേക്ക് ഓടിച്ച് കയറ്റുന്നത്, ബസ്സിൽ നിന്ന് ഇറങ്ങി കപ്പലിലേക്ക് നടന്നു കയറുന്നത് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. മുളക് ഇപ്പോൾ എന്താ സംഭവം അറിയില്ല. പക്ഷെ എൻ്റെ മോനെ ഇവിടുത്തെ വ്യൂ ഭയങ്കരമാണ് കേട്ടോ. ഇവിടെ ആരെങ്കിലും എന്നെ തള്ളിയിട്ടാൽ അവിടെ ചിലപ്പോൾ ആരെങ്കിലും എന്നെ താഴോട്ട് അങ്ങനെ തള്ളിയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടിയിട്ടുള്ള ചെറിയ ബോട്ടുകൾ, ഇത് കണക്കത്തെ 4 ബോട്ടുകളുണ്ട് കേട്ടോ. ഇത് ഈ കപ്പലിൻ്റെ 4 വശത്തും ഇത് കണക്കത്തെ ബോട്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് പായും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. കപ്പലിൻ്റെ മുകളിലത്തെ പള്ളിയാണ് കേട്ടോ ഇത്. നിസ്കാരപ്പള്ളിയാണിത്. ഈ താഴത്തെ കടലിലെ വെള്ളമാണ് ഇവ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഉപ്പ് വെള്ളമാണ് ഇതിൽ കൂടെ വരുന്നത് കേട്ടോ. എന്നെപ്പോലെ വീഡിയോ എടുക്കുന്ന വേറൊരു കാക്ക വകവർ ഈ ഒരു സാധനം ലൈഫ് റാഫ്റ്റ് ആണ്. 25 പേർക്ക് രക്ഷപ്പെടാം ഇതിനകത്ത് 25 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് വെള്ളം തട്ടി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊന്തി ഇൻഫ്ലേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ചങ്ങാടം പോലായി വരും. ആ സാധനം 25 പേർക്ക് ഒരു ലൈഫ് റാഫ്റ്റിൽ കയറി രക്ഷപ്പെടാം കേട്ടോ. അതുപോലെ നമുക്കിവിടെ 7 ലൈഫ് റാഫ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ
അപകടം പോലെ സംഭവിച്ചാലുള്ള കാര്യമാണ് കേട്ടോ. പകലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് നമുക്കിതെല്ലാം കാണാമായിരുന്നു കേട്ടോ. ഇതെല്ലാം പാ പിരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. സാലിക്കും പകലായിരുന്നെങ്കിൽ നല്ല നീല കളറാട്ടോ ഈ കട. ശരിക്കും എനിക്ക് ഇശ നിസ്കരിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു നിസ്കാരം ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളു എടുത്തു കേട്ടോ. എൻ്റെ മനസ്സിലപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു കപ്പലിൽ ഞാൻ നിസ്കരിക്കും, കപ്പലിൽ മുകളിൽ ഇന്തോനേഷ്യക്കാരൊരു പള്ളി ഉണ്ടാക്കി വയ്ക്കും. ഇതൊക്കെ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് കേട്ടോ. പള്ളീൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്കുള്ള നിസ്കാര സ്ഥലമുണ്ട്. അത് അവരൊരു കർട്ടൻ വെച്ചിട്ട് മറച്ചേക്കാണ്. നിസ്കരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കുലുങ്ങാൻ തുടങ്ങി. നമ്മുടെ കപ്പൽ എടുത്തു കേട്ടോ. കപ്പൽ സ്റ്റാർട്ട് ചെയ്തതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലിയാൻ തുടങ്ങി കപ്പൽ. അന്നൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നിറച്ച് പുരുഷന്മാരായിരുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയും കൂടെ വന്ന് നിന്നിട്ടുണ്ട്. രാത്രിയാണെങ്കിൽ പോലും കപ്പൽ ഓടുന്ന സമയത്ത് നല്ലൊരു ചെറിയൊരു കാറ്റുണ്ടാവും. അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കാണാം. കപ്പലിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കൗതുകം നിറഞ്ഞാണ് കേട്ടോ. കുറേ ആൾക്കാർ ഹോസ്റ്റലിലൊക്കെ കിടക്കുന്ന മാതിരി ഇങ്ങനെ പായ വിരിച്ചിട്ട് അങ്ങ് തറയിൽ കിടക്കുകയാണ്. ഈ കിടക്കുന്നതിന് ഏകദേശം 15,000 ഇന്തോനേഷ്യ റുപ്യ കൊടുക്കണം. നമ്മുടെ നാട്ടിലത്തെ 75 രൂപ. ഇതിനുള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഏരിയ, ചെറിയ ഗെയിംസ് കളിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാവപ്പെട്ടവരുടെ ക്രൂസ് ഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ലക്ഷറിനേക്കാളും ഇവിടുത്തെ പർപ്പസ് ആണ് ഇതിൽ നടക്കുന്നത് കേട്ടോ. കപ്പൽ പോർട്ടിലേക്ക് അടുത്തതും അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കപ്പലിൻ്റെ വക 2-3 ഹോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കപ്പൽ യാത്രയ്ക്ക് ഒരു അവസാനമായിരിക്കുകയാണ്. നമ്മൾ തിരിച്ചൊരു ബസ്സിലേക്ക് കയറാണ്. കപ്പൽ യാത്ര അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പടച്ച റബ്ബേ, ഇനിയായിരിക്കും ബുദ്ധിമുട്ട്. നമ്മൾ വന്ന ബസ് കണ്ടുപിടിക്കണം. നമ്മളെ ബസ്സാണ് ആദ്യം കപ്പലിലേക്ക് കയറിയത്. അതിനുശേഷം കുറേ വണ്ടികൾ കയറിയിട്ടുണ്ട്. ഞാൻ ഏത് വഴിയാണ് മുകളിലേക്ക് കയറി വന്നതെന്ന് അറിയില്ല. ഏതെങ്കിലും വഴി താഴെ പോയിട്ട് നമ്മുടെ ബസ് കണ്ടുപിടിക്കണം. പിന്നെ ഈ ഡംറി എന്നുള്ള ബസ് കുറേ ഉണ്ടാവും ഈ കപ്പലിൻ്റെ ഉള്ളിൽ. അതിൽ നമ്മുടെ ശരിക്കും ഞാൻ ബുക്ക് ചെയ്ത ബസ് തന്നെ എടുക്കണം. ഞാൻ പോകുന്ന ലൊക്കേഷനിലേക്ക് തന്നെ ആ ബസ് പോയി നേരെ നമ്മുടെ ബസ്സിലേക്ക് വെച്ച് പിടിച്ച് ബസ്സിൽ കയറി ഒരു ഉറക്കം അങ്ങ് പാസ്സാക്കി വെളുപ്പിനെ എണീറ്റപ്പോഴേക്കും നമ്മുടെ ലൊക്കേഷൻ എത്തി. സലാമത്ത് പാക്ക് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പട്ടണത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാതം ആരംഭിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി നല്ല അടിപൊളി ഒരു ബസ് റൈഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഞാൻ ബസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഞാൻ കാഴ്ചകൾ കാണുന്നത് വെച്ചാൽ ഇവരുടെ ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ മെയിൻ്റനൻസ് ആണ് കേട്ടോ. കാര്യം രാവിലെ ആയപ്പോൾ തന്നെ വന്ന ബസ്സുകളെല്ലാം ഇവർ കഴുകി വൃത്തിയാക്കുകയാണ്. അത് 1-2 പേരല്ല, ഒരു 6-7 പേര് നിന്നിട്ട് ഇവിടെ ഉള്ള ബസ്സുകളെല്ലാം ക്ലീൻ ആക്കുകയാണ്. അതുകൂടാതെ ഇവിടെ ഒരു തറയിലൊരു പൊടിയോ പൊട്ടോ ഒരു ഈച്ചയോ പോലും കാണാൻ വയ്യ കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ്ലി ക്ലീനാണ്. ഇന്തോനേഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയ്ക്ക് വലിയ ഒരു സാമ്പത്തികപരമായി മുന്നേറിയ ഒരു രാജ്യവും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഇന്ത്യയെ പോലെ തന്നെ ഒരു രാജ്യമാണ്. പലരും വിചാരിക്കുന്നത് ഇന്തോനേഷ്യ ഗ്രാമങ്ങൾ മാത്രമാണ്, വയലും തെങ്ങും കവുങ്ങും മാത്രമാണ്, വേറൊന്നും ഇല്ലയെന്ന്. പക്ഷേ അവരുടെ വൃത്തിയും ശുചിത്വവും പിന്നെ രണ്ടും ഒന്നാണല്ലോ. അവരുടെ വൃത്തിയും പിന്നെ ഇങ്ങനെയുള്ള പുരോഗമനവും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ. രാവിലെ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇത് വെച്ച് നമ്മുടെ നാട്ടിലത്തെ KSRTC ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. രാവിലെ എത്ര പേരാണ് ക്ലീനിങ് കാര്യങ്ങൾ, അതുപോലെ മെയിൻ്റനൻസിൻ്റെ ആൾക്കാർ ഇവിടുത്തെ തകർത്ത് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വണ്ടികളെല്ലാം ഇവിടെ വന്നിട്ട് അവർ വാഷ് ചെയ്ത് നല്ല പക്കയാക്കുകയാണ് കേട്ടോ. വേണ്ട സലാമലൈക്കും ബെർസിയ സമാങ്ങാസ്. ഓരോ ബസ്സുകളായിട്ട് ക്ലീൻ ചെയ്ത് വരികയാണ് കേട്ടോ. 1-2 ആൾക്കാരല്ല, ഏകദേശം 10-12 ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരു പൊടിയോ പൊട്ടോ ഒരു ഈച്ചയോ ഒന്നുമില്ല. സത്യം ഹാരൂസ് ചൂച്ചിയാ. ഓ മനുഷ്യരെ പോലെ തന്നെ എല്ലാ ദിവസവും അവർ രാവിലെ കുളിക്കുമെന്നാണ് അളിയൻ പറഞ്ഞ കേട്ടോ. തമാശയാണ് ഉദ്ദേശിച്ചത്. തലക്കിട്ടൊരു കൊട്ട് തരും കേട്ടോ ഞാൻ. പിന്നെ തലയിൽ ഹെൽമെറ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് വിട്ടേക്കുന്നത്. പിന്നെ കയ്യിൽ കമ്പ് ഉള്ളതുകൊണ്ട് വടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ വടി വെച്ച് എനിക്കൊരു കൊട്ട് കിട്ടിയാലും ഒന്നും പറയാൻ പറ്റില്ല. അതെ ഇവിടെ നല്ല തകർത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി. ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഒരാൾ സോപ്പ് വെച്ച് വിടുന്നു, ഇവിടെ ഒരാൾ ബോഡി ഷവർ അടിക്കുന്നു. എന്തായാലും വണ്ടിയുടെ സുഖം ഒരാനെ കുളിപ്പിക്കുന്ന മാതിരി എല്ലാവരും കൂടെ ഒന്ന് കുളിപ്പിക്കാൻ കേട്ടോ. ആ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലെ തറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നും, തറയിൽ കിടന്ന് ഉരുളാൻ തോന്നും. ഒരു പൊടിയോ പൊട്ടോ ഒരു ഈച്ചയോ ഒന്നുമില്ല കേട്ടോ. ഇവരുടെ വൃത്തി അപാരം തന്നെ. രാവിലെ 7 മണി ആയിട്ടേ ഉള്ളൂ. അവരുടെ ഓപ്പറേഷനൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് തന്നെ എല്ലാ ഭാഗത്തും ക്ലീനിങ്ങും മെയിൻ്റനൻസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യൻ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരങ്ങൾ ഓടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് ഇവർ ഇതിനെ ജസ്റ്റ് ഒരു ബസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിലല്ല, ഒരു റീക്രിയേഷൻ ഫെസിലിറ്റി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ആൻഡ് ബെവറേജ് വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. നമ്മൾ പല സമയത്തും വിചാരിക്കാറുണ്ട് ഇന്തോനേഷ്യ ഗ്രാമമാണ്, വലിയ ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. പക്ഷേ ഇന്തോനേഷ്യക്ക് വേറൊരു മുഖമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഈ ഒരു സ്ഥലത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ് ഞാൻ. ഇനി അഥവാ നടന്ന് ക്ഷീണിച്ചാലും കുഴപ്പമില്ല, ആ ക്ഷീണം അകറ്റാനായിട്ട് മസാജ് ചെയർ ഇരിപ്പുണ്ട് കേട്ടോ. 10 മിനിറ്റ് മസാജ് ചെയ്യാനാണെങ്കിൽ 10,000 ഇന്തോനേഷ്യ റുപ്പിയാണ്, നമ്മുടെ നാട്ടിലെ 50 രൂപ. കുറെ കാഴ്ചകളുണ്ട്. ആളില്ലാഞ്ഞിട്ടും തന്നെ ഏൽപ്പിച്ച ജോലി കറക്റ്റായിട്ട് ചെയ്യുന്ന ഫാനാണ് ഇവിടുത്തെ ഹീറോ കേട്ടോ. അവിടെ ആരും ഇല്ല, എന്നാലും ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങും ഇന്നും എല്ലാം പവർ ബാങ്കിന്റെ വെൻഡിങ് മെഷീൻ ഉണ്ട്. ഫോൺ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. കുരുത്തക്കേടുള്ള കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് കളിക്കാനുള്ള സ്പെഷ്യൽ പ്ലേയിങ്
ഏരിയയും കുട്ടികൾക്കുണ്ട്. മുടക്കുന്ന പൈസ എങ്ങനെ തിരിച്ചെടുക്കണമെന്ന് ഇവിടുത്തെ ഗവൺമെന്റിന് അറിയാം. ബസ് സ്റ്റേഷന്റെ മറ്റൊരു ഭാഗത്ത് ചൈനീസ് ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യാനായിട്ട് നിരത്തിയിട്ടിരിക്കുന്നു. അതിനുള്ള ഹൈ സ്പീഡ് ചാർജിംഗ് സ്റ്റേഷനുകളും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇന്തോനേഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമായതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ കാറുകൾ നമുക്ക് ഇവിടെ കാണാം. കാറ് മാത്രമല്ല, ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇലക്ട്രിക് ബൈക്കും, എന്തിനേറെ പറയുന്നു ഇലക്ട്രിക് ബസ്സും ഉണ്ട്. ഇന്തോനേഷ്യൻ KSRTCന്റെ പേര് പറഞ്ഞില്ലല്ലോ, ഡംറി എന്നാണ് കേട്ടോ, DAMRI. അതിനെ ഇവരൊരു ബ്രാൻഡായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റേഷന്റെ ഒരു മൂലയ്ക്ക് ഈ ഒരു ബസ്സിന്റെ ഹിസ്റ്ററി പറയുന്ന ഒരു മ്യൂസിയം പോലെയും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ബസ്സും അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബസ്സും എത്രത്തോളം ബസ്സുകളും എവിടെയൊക്കെയാണ് അവരുടെ സർവീസുകൾ ഉള്ളതും ഏത് വർഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്തതെന്നും ഇവിടുത്തെ ഡ്രൈവർമാരുടെ യൂണിഫോമും അതിന്റെ പരസ്യങ്ങളും കാണാം. അതുപോലെ പൂക്കളും ചെറിയ ചെടികളും കൊണ്ട് അവരത് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ബസ് സ്റ്റേഷൻ എന്നുള്ള ഫീലിനെ മാറ്റിയിട്ട് കുറച്ച് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആക്കി ഈ ഒരു ബസ് സ്റ്റേഷനെ മാറ്റി അതിനൊരു പുതിയ മുഖം കൊടുക്കാനും ഇവിടുത്തെ ആൾക്കാർ മറന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും മഞ്ഞ യൂണിഫോം ഇട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും. അവർ നല്ല ഫ്രണ്ട്ലി ആണ്, അതോടൊപ്പം ഡ്യൂട്ടിയിൽ കർക്കശക്കാരുമാണ്. ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ, കുട്ടിയാണെന്നുള്ള വിചാരമില്ലാതെ ഇവർക്കെതിരെ ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകളും അതിക്രമങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അതിനിടയിൽ ഇങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു സെക്യൂരിറ്റി സംവിധാനം ഉള്ളത് ഇവിടെയുള്ള യാത്രക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസ് നല്ലതാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമെന്ന് അവർ ഈ ബസ് സ്റ്റേഷനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന അക്വേറിയം. നല്ല കളർ മത്സ്യങ്ങൾ ഇട്ടിട്ട് അതിനെ നല്ലപോലെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സമയത്ത് വെള്ളം വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെലവേറിയ ഈ ഒരു സാധനം ഇവിടെ വെച്ചിരിക്കുന്നത് ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരുടെ ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയാണല്ലോ. നമ്മുടെ നാട്ടിലെ KSRTC സ്റ്റാൻഡിൽ വരണ്ടേ മാറ്റങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാതെ പോലെ, ഒപ്പം ഇന്തോനേഷ്യയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.